പാവപ്പെട്ടവന് താങ്ങായി അല്ലെങ്കിൽ പാവങ്ങളുടെ കണ്ണീരൊപ്പും എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലെത്തിയവരാണ് പിണറായി സർക്കാർ. അതായത് അതിവേഗം ബഹുദൂരം, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വാക്കുകൾ കടമെടുത്താൽ ദാ പോയി ദേ വന്നു എന്നതുപോലെ. എന്തായാലും നാട്ടുകാരുടെ നികുതി പണം എടുത്ത് ഒരു ഉളുപ്പുമില്ലാതെ 4ാം വാർഷികം അടിച്ചു പൊളിക്കുകയാണ് മുഖ്യനും കൂട്ടരും. എന്തായാലും ഈ സാഹചര്യത്തിൽ പിണറായി സർക്കാർ കാണിക്കുന്ന വർണ്ണവെറിയെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല. ഇല്ലാത്ത ഒരു മോഷണക്കുറ്റം ആരോപിച്ച് സ്റ്റേഷനിലെത്തിച്ച സ്ത്രീയോട് പിണറായിയുടെ പോലീസ് എന്താണ് കാണിച്ചത്? കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാനാണ് ആവശ്യപ്പെട്ടത്. എന്തായാലും സംഭവത്തിൽ പ്രതിപക്ഷം ഉണർന്നു പ്രതികരിച്ചിരിക്കുകയാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഒരു വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 20 മണിക്കൂർ ടോർച്ചർ ചെയ്ത് അവരെ അപമാനിച്ച് പുറത്തിറക്കി വിട്ടു. നിരവധി അപമാനിക്കലും ആക്ഷേപിക്കലും കള്ളക്കേസെടുക്കലും ദളിത് വേട്ടകളും നടന്നു വരികയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഇരയാണ് ബിന്ദു. ഇവരുടെ നിറവും ജാതിയുമാണോ ഈ തമ്പുരാൻ പോലീസുകാർക്ക് പ്രശ്നം? ഈ സർക്കാർ നിലവിൽ ദളിത് ജനസമൂഹത്തെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടുന്നു. കഴിഞ്ഞ മാസം 23-നാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനോട് പേരൂർക്കട പോലീസ് ക്രൂരത കാട്ടിയത്. ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും സ്വർണ്ണമാല കാണാതെയായിരുന്നു. വീട്ടുകാർ നൽകിയ പരാതിയിൽ തന്നെ സ്റ്റേഷനിലെത്തിച്ച് മാല എവിടെയടി എന്ന് ചോദിച്ച് ചീത്ത പറഞ്ഞുവെന്നും വിവസ്ത്രയാക്കി പരിശോധന നടത്തി. ഒടുവിൽ പരാതി കൊടുത്തവർ തന്നെ ആ പരാതി പിൻവലിക്കുന്ന സാഹചര്യവുമുണ്ടായി. സംഭവത്തിൽ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചപ്പോൾ അവസ്ഥ മറ്റൊന്നുമല്ല, ഇതുതന്നെയാണ്. പോലീസിനെതിരെ നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വായിച്ചു പോലും നോക്കിയില്ല എന്നു മാത്രമല്ല, അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്തുണ്ടാക്കാനാ സർക്കാർ ഈ വാർഷികം ആഘോഷിക്കുന്നത്? ഒരു നാണവുമില്ലാതെ കേന്ദ്ര പദ്ധതികളെടുത്ത് സ്വന്തം പദ്ധതികൾ എന്ന് മേനി കാണിച്ച് ആളുകളെ പറഞ്ഞു പറ്റിക്കാനാണോ പിണറായി സർക്കാരിന്റെ ശ്രമം? നാട് മുഴുവനും ഫ്ലക്സ് വെച്ച് ജനങ്ങളെ മടുപ്പിക്കാനല്ലാതെ എന്തിനു കൊള്ളാം ഈ സർക്കാർ? എവിടെ സർക്കാരിന്റെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ കുടുംബശ്രീയിലെ കുറെ പെണ്ണുങ്ങളെ കൊണ്ടിറക്കും. പണ്ട് അൻവർ കൊണ്ടുവന്ന മാതിരി. ഇനി അവർക്ക് തിരക്കാണെങ്കിൽ കാര്യം തീർന്നു. മുഖ്യമന്ത്രിയും ഒഴിഞ്ഞ കസേരയും മാത്രം കാണും. അതുകൊണ്ടിപ്പോൾ മുഖ്യമന്ത്രി പരിപാടി ഉള്ളിടത്ത് കുടുംബശ്രീ പെണ്ണുങ്ങൾക്ക് തൊഴിലുറപ്പും കാണില്ല എന്നതാണ് സത്യം. ഇങ്ങനെയും ഒരു സർക്കാർ. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.